ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് അമൃതം പൊടി കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് ആയാലോ. ഞാൻ അമൃതം പൊടി കൊണ്ട് ഈവനിങ് സ്നാക്സ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ചാനലിൽ തന്നെ. പിന്നെ ഈ അമൃതം പൊടി ഇവിടെ കുഞ്ഞാപ്പിക്ക് കിട്ടണതാണ് കേട്ടോ. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടും അംഗനവാടിയിൽ നിന്ന്. 3 ഇടത്തരം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു ചെറിയ സവാളയുണ്ട അതിട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് വേപ്പില അരിഞ്ഞതും, മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ അമൃതം പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ അമൃതം പൊടി ഒരു 1/2 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് എരിവും മധുരവും ചെറിയൊരു പുളിയും ഒക്കെ ഉള്ള ഒരു സ്നാക്സാണ് കേട്ടോ. നമുക്കിത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ പൊടിച്ച മസാലപ്പൊടിയാണ് കേട്ടോ, അതൊരു പിഞ്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ചെറിയ സ്പൂണിൽ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ സ്പൂണിൽ തന്നെയാണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തേക്കണത്. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. മറന്നു പോയതും നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ക്രഷ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലോണം കുഴച്ചെടുക്കുക. കുഴക്കുമ്പോൾ നനവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ഒന്ന് കൈവെള്ളം തെളിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ചപ്പാത്തിക്കും ഒക്കെ കുഴക്കണ പോലെ നല്ലോണം സോഫ്റ്റാണോ അതിനൊന്നും കുഴക്കണ്ട. എല്ലാം കൂടി ഉരുളക്കിഴങ്ങും എല്ലാം മസാല ഇട്ടല്ലോ എല്ലാം കൂടി ഒന്നാവണം, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ വേറൊരു കൂട്ടം മറന്നുപോയി. ഇച്ചിരി സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടീസ്പൂണോളം സോസ് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണ്ട കേട്ടോ. ഈ സ്നാക്സിന് ഒരു എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള സ്നാക്സാണ്. അമൃതം പൊടിയിൽ ചെറിയൊരു മധുരം ഉണ്ടല്ലോ, അങ്ങനെയാണ്. നല്ലോണം കുഴച്ചെടുക്കണ്ട കേട്ടോ. നമുക്കിതിന് മാറ്റി വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. കുഴച്ച് വെച്ചേക്കണ ആ മാവിലെ 2 ഭാഗമാക്കി എടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അതിന് ഞാൻ ഒരു ഷീറ്റ് വിരിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഒന്ന് അമർത്തി കൊടുത്ത് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഒരുപാട് നൈസാക്കണ്ട, ഒരുപാട് കനത്തിലും വേണ്ട. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ ചെയ്യാം കേട്ടോ. നല്ലോണം പരത്തി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കട്ടിക്ക് എടുക്കാം. ഞാനിപ്പോൾ അതേ ഈ ഒരു ഇതിലാണ് എടുത്തേക്കണം കേട്ടോ. അങ്ങനെ ഒരെണ്ണം പരത്തിയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതും ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അമൃതം പൊടിയാണല്ലോ, അപ്പോൾ അത് ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പൊടി അടിയിലിട്ട് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ അതേ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതേ മുട്ട പുഴുങ്ങിയത് വട്ടത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചില്ലേ, ആ പത്തിരിയും കൂടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ മുട്ട വെച്ച് കൊടുത്തതിൻ്റെ മുകളിലേക്ക്. എന്നിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അരികൊക്കെ ഉണ്ടല്ലോ ചുറ്റും ഒന്ന് അമർത്തി കൊടുത്തിട്ട് അടിയിൽ വെച്ചതും മുകളിലുള്ളതും കൂടി ഒന്ന് അമർത്തി ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മുറിച്ചെടുക്കേണ്ട. മുറിച്ചെടുക്കണം നമ്മുടെ ഇഷ്ടത്തിന് മുറിച്ചെടുക്കാം കേട്ടോ. എത്ര കഷ്ണം വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ 4 കഷ്ണം ആക്കണുള്ളൂ കേട്ടോ. 4 കഷ്ണമാക്കിയിട്ട് അത് മുട്ട വെച്ച ഭാഗമുണ്ടല്ലോ, അപ്പോൾ അത് തുറന്നിരിക്കണ്ടെങ്കിൽ അതും കൈവച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മുട്ട നമ്മൾ വെച്ചത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മുട്ട വെച്ച ആ ഭാഗമില്ലേ, അത് പുറത്ത് വരുന്നത് ഒന്നിങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇപ്പോൾ ഇതിൽ കാണിക്കണ മാതിരി കൈ കൊണ്ട് ഒന്ന് അമർത്തി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ നമ്മൾ പരത്തി വെച്ചേക്കണത് ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. 4 എണ്ണവും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 എണ്ണം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഞാൻ ഇപ്പോൾ റെഡിയാക്കണത് 4 എണ്ണമുള്ള അത് ഒരിത്തിരി കട്ടിയിലാണ് ഞാൻ റെഡിയാക്കിയേക്കണം. അപ്പോൾ ചെറിയ തീയിൽ കിടന്നിട്ട് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. ഒന്ന് മറിച്ചിട്ട് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒരേ തുള്ളി വെളിച്ചെണ്ണ നമുക്ക് 2 ഭാഗത്തായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ അമൃതം പൊടി കൊണ്ടുള്ള ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്.